എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ഹയർ എഡ്യൂക്കേഷനിലെയും അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷനിലെയും ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ വാസ് പ്ലേസ്ഡ് അറ്റ്. അതായത് ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലെ ഹയർ എഡ്യൂക്കേഷൻ ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഏത് ലെവലിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, തേർഡ് ലെവല്, ഫോർത്ത് ലെവല്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, സെക്കൻഡ് ലെവലാണ്. ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷനെ പ്ലേസ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ലെവലാണ്. ഇത് കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലെവലാണ് ഇവിടെ വരുന്നത്. സ്ക്രിപ്റ്റേഴ്സും മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഹയർ എഡ്യൂക്കേഷനിലാണ് വരുന്നത്. ഇതെല്ലാം സെക്കൻഡ് ലെവലിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിക്ക് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെരിയാർ യൂണിവേഴ്സിറ്റി സേലം, നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി കോഹിമ, ഗുരു ഘസിദാസ് വിശ്വവിദ്യാലയ ബിലസ്പൂർ, ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റി മധുരൈ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റി മധുരൈയാണ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, അതായത് ഇതൊരു ഹൈ പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണ് അണ്ടർ ദ സെക്ഷൻ 3 ഓഫ് ദ UGC ആക്ട് 1956. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പവറും ഉണ്ടെങ്കിലും കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഇല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ബാംഗ്ലൂർ, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയൊക്കെ ഡീംഡ് സ്റ്റേറ്റസ് കിട്ടിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, രാഷ്ട്രീയ സാൻസ്ക്രിറ്റ് സെൻറ്റർ ന്യൂഡൽഹി, ശ്രീലാൽ ബഹദൂർ ശാസ്ത്രി രാഷ്ട്രീയ സാൻസ്ക്രിറ്റ് വിദ്യാപീഠ ന്യൂഡൽഹി, രാഷ്ട്രീയ സാൻസ്ക്രിറ്റ് വിദ്യാപീഠ തിരുപ്പതി, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് മുംബൈ എന്നിവയെല്ലാം ഇതിൻ്റെ എക്സാമ്പിളാണ്. തമിഴ്നാട്ടിലുള്ള ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് എമംഗ് ദ കോർ വാല്യൂസ് പ്രൊമോട്ടഡ് ബൈ NAAC, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, എമംഗ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ NAAC പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു വാല്യൂസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹയർ ലേണിംഗ് സെക്ഷനിൽ. ഫ്രെയിമിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ പ്രോട്ടോകോൾസ്, പ്രൊമോട്ടിംഗ് റിലീജിയസ് എഡ്യൂക്കേഷൻസ്, ടോട്ടൽ പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഫോസ്റ്ററിംഗ് ഗ്ലോബൽ കോമ്പീറ്റൻസീസ് എമംഗ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, ഫോസ്റ്ററിംഗ് ഗ്ലോബൽ കോമ്പീറ്റൻസീസ് എമംഗ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ NAAC എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. UGC 1994 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. അതായത് നമ്മുടെ കൺട്രിയിലെ ഹയർ എഡ്യൂക്കേഷന് അസസ് ചെയ്യുകയും അക്രഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ട് വന്നതാണ്. ഈ NAAC പ്രൊമോട്ട് ചെയ്യുന്ന കോർ വാല്യൂസ് എന്ന് പറയുന്ന ഒന്ന് നാഷണൽ ഡെവലപ്മെൻറ്റിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഫോസ്റ്ററിങ് ഗ്ലോബൽ കോമ്പീറ്റൻസി എമംഗ് സ്റ്റുഡൻസ്, ഒരു വാല്യൂ സിസ്റ്റം കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക, പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ക്വസ്റ്റ് ഫോർ എക്സലൻസ് എന്നിവയാണ്. ആക്ച്വലി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പത്തെ ഒരു UGC നെറ്റിൻ്റെ എക്സാമിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ, അതായത് NAACൻ്റെ കോർ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് PYQs നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ റിഗാർഡിംഗ് ഫോർട്ട് വില്യം കോളേജ്. ഫോർട്ട് വില്യം കോളേജിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ വാസ് ഇംഗ്ലീഷ്. ലോർഡ് വെൽസ്ലി
taught here. Ishwar Chandra Vidyasagar taught here. It was here that Ishwar Chandra Vidyasagar studied along with Subhash Chandra Bose. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. അതായത് ഇറ്റ്സ് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ വാസ് ഇംഗ്ലീഷ് എന്നുള്ളത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വാസ് തോട്ട് ഹിയർ എന്നുള്ള ആ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്. അതായത് 1800 കൊൽക്കട്ടയിലാണ് ഫോർട്ട് വില്യം കോളേജ് വന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഇന്ത്യൻ ലാംഗ്വേജും കൾച്ചറും പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയണേ. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ഹിന്ദി, ബംഗാളി, പേർഷ്യൻ എന്നീ ലാംഗ്വേജുകളും അവിടെ പഠിപ്പിച്ചിരുന്നു. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ അവിടുത്തെ എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്നു. ബംഗാളി ലാംഗ്വേജ് ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്തതിൽ അദ്ദേഹം അവിടെ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ ലോർഡ് വെൽസ്ലി എന്ന് പറയണ അദ്ദേഹം അവിടുത്തെ പഠിപ്പിക്കുകയല്ല ചെയ്തത്, അത് അദ്ദേഹം സ്ഥാപിച്ച കോളേജാണ്. അതായത് ഫോർട്ട് വില്യം കോളേജിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് ലോർഡ് വെൽസ്ലി ആണ്. Next question. According to National Education Policy 2020, which of the following universal human values will be considered as an integral part of holistic education? അതായത് NEP 2020 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ NEP 2020 പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സലായിട്ടുള്ള ഹ്യൂമൻ വാല്യൂസ് നമ്മുടെ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ്റെ ഇൻ്റഗ്രൽ പാർട്ടായിട്ട് വരുന്ന യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂത്ത്, സിമ്പതി, റൈറ്റസ് കണ്ടക്റ്റ്, നോൺ വയലൻസ്, സയൻറ്റിഫിക് ടെമ്പർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ട്രൂത്ത്, റൈറ്റസ് കണ്ടക്റ്റ്, നല്ല കോണ്ടക്റ്റ്, നോൺ വയലൻസ്, സയൻറ്റിഫിക് ടെമ്പർ എന്നിവയാണ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷന് ഇൻ്റഗ്രൽ പാർട്ടായിട്ട് വരുന്ന യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലെ 5 ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു റീഡിംഗ് കോംപ്രഹെൻഷനാണ്. അപ്പോൾ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കാദ്യം പാസേജ് നോക്കാം. ദ ഫീൽഡ് എക്കോളജിസ്റ്റ് ഹാസ് പ്ലേഡ് എ കീ റോൾ ഇൻ ഷൈനിങ് ദ ലൈറ്റ് ഓൺ ദ സ്പീഷീസ് വി ലവ്ഡ് ആൻഡ് അഡ്മയർ. ദേ ഹാവ് ഓൾസോ അണ്ടർലൈൻഡ് വൈ കൺസർവേഷൻ ഷുഡ് നോട്ട് ബി ജസ്റ്റ് അബൌട്ട് കെയറിംഗ് ഫോർ എ ഫ്യൂ charismatic species, the cats, elephants, whales or olive riders. It is also about knowing the value of creatures many of us might consider annoying, even dangerous. For millennia, communities have attempted to protect animals and plants for practical and spiritual reasons. However, for around 2 centuries or so, an anthropocentric view of the world created an ecological discord of sorts. Utilitarian ideas began to dominate attitude towards nature, which often meant that even conservation had a strictly commercial purpose. Modern environmental consciousness is perhaps about 6 decades old. In India, organizations such as Bombay Natural History Society date back to the late 19th century, and the endeavors of hunters turned conservationists play an important role in underlining the value of several species. But systematic efforts in mainstreaming ecology began much later and owed much to the work of pioneers like Salim Ali and M. Krishnan. അതായത് ഇവിടെ നേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാസേജാണ്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ലവ് ചെയ്യുക, അഡ്മയർ ചെയ്യുന്ന ആ ഒരു സ്പീഷീസ് ഇപ്പോഴും ഷൈൻ ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഈ ഫീൽഡ് ഇക്കോളജിസ്റ്റുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതായത് അവർ അണ്ടർലൈൻ ചെയ്തിട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കുറച്ചായിട്ടുള്ള സ്പീഷീസ് ആയിട്ടുള്ള ക്യാറ്റ്, എലിഫൻസ്, വെയിൽസ്, ഒലിവറിഡിൽസിൻ്റെ മാത്രം കെയറിങ് അല്ല എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള കുറച്ച് സ്പീഷീസിൻ്റെ കെയറിങ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഭയങ്കര അനോയിങ് ആയിട്ട് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ട് കരുതപ്പെടുന്ന പല ക്രിയേച്ചേഴ്സിൻ്റെയും വാല്യൂവിനെ മനസ്സിലാക്കുകയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആനിമൽസിൻ്റെ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് അനോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇവർ കാരണമാണ് നമുക്കിതിൻ്റെയൊക്കെ വാല്യൂസ് മനസ്സിലായത്. കുറേ മില്ലിയനാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്മ്യൂണിറ്റീസ് ഈ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സ്പിരിച്വൽ റീസൺസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഒരു 20 സെഞ്ച്വറീസോളം ഈ ആന്ത്രോപോസെൻട്രിക് വ്യൂ ആണ് അല്ലെങ്കിൽ ആ ഒരു വ്യൂ ടുവേർഡ്സ് വേൾഡാണ് ഒരു എക്കോളജിക്കൽ ഡിസ്കോർഡ് ഓഫ് സോർട്സ് ഇവിടെ ഉണ്ടാക്കിയത്.
ഈ യൂട്ടിലിറ്റേറിയൻ ഐഡിയാസ് നമ്മുടെ ആ ഒരു നേച്ചറിനുള്ള ആറ്റിറ്റ്യൂഡിനെ വളരെയായിട്ട് ഡോമിനേറ്റ് ചെയ്തു. പക്ഷേ അവിടെ ഒരു കൊമേഴ്സ്യൽ പർപ്പസ്, കൺസർവേഷൻ ഒരു കൊമേഴ്സ്യൽ പർപ്പസും കൂടെ അവിടെ വന്നിരുന്നു. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കോൺഷ്യസ്നെസ് ഒരു 6 decades ഓൾഡ് മാത്രമാണുള്ളത്. ഇന്ത്യയിലെ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, അത് 19th centuryയിലുള്ള, അതുപോലെ തന്നെ ഹണ്ടേഴ്സ് ടേൺഡ് കൺസർവേഷനിസ്റ്റിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനൊക്കെ ഈ സ്പീഷ്യസിനെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വാല്യൂസ് നമ്മളെ മനസ്സിലാക്കി തരാനായിട്ട് വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഇക്കോളജിയിലുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടുകൾ ഒരു മെയിൻ സ്ട്രീമിലോട്ട് വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സലീം അലിയുടെയും കൃഷ്ണയുടെയും ഒക്കെ വർക്ക്സ് വഴിയാണെന്നുള്ളതാണ്. അതായത് നമുക്ക് ആ ഒരു കുറച്ചും കൂടെ കാര്യഗൗരവത്തോടെ നമ്മൾ ഇത് കണ്ടത് സലീം അലിയുടെ കൃഷ്ണയുടെ ഒക്കെ ആ ഒരു വർക്കിലൂടെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഫീൽഡ് എക്കോളജിസ്റ്റുകൾ, അതായത് അവരാണ് ശരിക്കും ഈ നമുക്ക് ഇപ്പോൾ സ്പീഷീസിൻ്റെ എന്നാ പറയുന്നത് അവരുടെ വാല്യൂസ് മനസ്സിലാക്കാനും അവരെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ നമ്മളെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തത് ഇവരുടെ വർക്കിലൂടെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ ഫീൽഡിൽ പോയി കണ്ട കാര്യങ്ങൾ ഇവരുടെ വർക്ക്സിലൂടെ വന്നു. അപ്പം അതിലൂടെയാണ് നമുക്കിതിൻ്റെയൊക്കെ ഒരു വാല്യൂ മനസ്സിലായത് എന്നാണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്ടിലിറ്റേറിയൻ ഐഡിയ സ്റ്റാർട്ടഡ് ഡോമിനേറ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് നേച്ചർ അബൌട്ട്. അതായത് ഈ നേച്ചറിനോടുള്ള നമ്മുടെ ആ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, യൂട്ടിലിറ്റേറിയൻ ഐഡിയാസ്, ആ ഒരു നേച്ചറിനോടുള്ള ഡോമിനേഷൻ വരുന്ന ആറ്റിറ്റ്യൂഡ് യൂട്ടിലിറ്റേറിയൻ ഐഡിയാസിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2000 years ago, 60 years ago, 100 years ago, 200 years ago, 20 centuries എന്നാണ് ആൻസർ വരുന്നത്. അതായത് 200 years ago. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡേൺ എൻവയോൺമെൻറ്റ് കോൺഷ്യസ്നെസ് ഈസ്, അതായത് നമ്മുടെ പുതിയ എൻവയോൺമെൻറ്റ് കോൺഷ്യസ്നെസ്സിന് എന്തൊരു ഏജ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20 years old, 40 years old, 60 years old, 100 years old. അത് ആൻസർ വരുന്നതാണ് ഓപ്ഷൻ 3 ആണ്, 60 years old. അതായത് 6 decades old എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 60 years old. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കരിസ്മാറ്റിക് സ്പീഷ്യസ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ പാസേജ്. അതായത് ഈ ഒരു പാസേജിനെ വെച്ച് നോക്കുമ്പോൾ കരിസ്മാറ്റിക് സ്പീഷ്യസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിയർ, വെയിൽസ്, എലിഫൻറ്റ്സ്, ഡോഗ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്, ബിയും സി ആണ്. അതായത് വെയിൽസും എലിഫൻറ്റ്സിനും ഒക്കെയാണ് ഇവിടെ കരിസ്മാറ്റിക് സ്പീഷ്യസ് ആയിട്ട് കരുതിയിരിക്കുന്നത്. Next question, identify the correct statements. Conservation is all about caring for species we loved and admire. Communities have been living in ecological harmony for the last 2 centuries. Field ecologists have contributed to our understanding about the value of different species in our lives. Salim Ali is considered as a pioneer in India in the field of mainstream ecology. Answer വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഫീൽഡ് എക്കോളജിസ്റ്റ് ആണ് നമുക്ക് ഡിഫറെൻറ്റ് സ്പീഷ്യസിൻ്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കി തന്ന. അതുപോലെ തന്നെ സലീം അലി ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദ പൈനിയർ ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയിൻ സ്ട്രീം എക്കോളജി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈസ് എ പൈനിയർ ഇൻ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് മെയിൻ സ്ട്രീം എക്കോളജി. അതായത് മെയിൻ സ്ട്രീം എക്കോളജിയിലെ ഒരു പൈനിയർ ആയിട്ട് കരുതപ്പെടുന്നത് ഇന്ത്യയിലെ സലീം അലിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിറ്റീസ് ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ദ ലാസ്റ്റ്. അതായത് കമ്മ്യൂണിറ്റീസ് ഈ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷനിലോട്ട് ഇൻവോൾവ്ഡ് ചെയ്തിട്ട് എത്ര വർഷങ്ങളായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. several thousand years, 200 years only, 60 years only recently. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, several thousand years എന്നുള്ളതാണ്. ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്, ഫോർ മില്ലേനിയ കമ്മ്യൂണിറ്റീസ് ഹാവ് അറ്റംപ്റ്റ് ടു പ്രൊട്ടക്ട് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ പ്രാക്ടിക്കൽ ആൻഡ് സ്പിരിച്വൽ റീസൺസ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ റീഡിംഗ് കോംപ്രഹെൻഷനിലെയും കൂടെ കൂടി 10 ക്വസ്റ്റ്യൻസാണ് ഇത് കണ്ടത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്